പഴുത്ത നേന്ത്രപ്പഴം, ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ട് അല്ലെങ്കിൽ ചുട്ടെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നാര് കളഞ്ഞ് അത് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്ന്, ഈവനിങ് സ്നാക്കിന് ഒന്ന്, ഡിന്നർ ടൈമിലൊന്ന്, ഇങ്ങനെ 3 കഴിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ അഗ്നിയെ ശമിപ്പിക്കുന്നതിന് നന്നാവും. ശരീരത്തിന് വേണ്ട സംഗതികളെല്ലാം, പോഷകങ്ങൾ അതിലുണ്ട്. എന്താ വെച്ചാൽ ഇത്തരക്കാർക്ക് ഒരുപാട് ഭക്ഷണ രീതികൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. മനസ്സിലായി? അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നേന്ത്രപ്പഴം കഴിക്കുന്നത് ശീലാക്കാം. അതുപോലെ പൊംഗ്രാനൈറ്റ്, പൊംഗ്രാനൈറ്റിന് അനാറെന്ന് വിളിക്കും, ചില ഭാഗങ്ങളിൽ മാതളെന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ സംഗതി ഡെയിലി ഒരെണ്ണെങ്കിലും കഴിക്കണം. അതുപോലെ കാച്ചിയ മോര് വളരെ വിശേഷമാണ്. വെണ്ണ, നെയ്യ്, തൈര് അത്തരം സംഗതികൾ ഇതിന് അഗനിസ്റ്റ് ആണ്, അത് ഉപേക്ഷിക്കണം. മോര് കാച്ചിയെടുക്കുക എന്ന് പറയുമ്പോൾ തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയിട്ട് അതിൽ ധാരാളം വെള്ളം ചേർത്ത് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞളൊക്കെ ചേർത്ത് കാച്ചിയ മോര് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുന്നതിലാണ് കൃത്യനിഷ്ഠ പാലിക്കണം. പിന്നെ അടുത്തതായിട്ട് ഒഴിവാക്കേണ്ട സംഗതികൾ ഈ തീക്ഷ്ണത കൂട്ടുന്ന, അഗ്നിബലം കൂട്ടുന്ന, ശരീരത്തിൽ ചൂട് കൂട്ടുന്ന സംഗതികൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പിത്തം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ പറയുമ്പോഴൊക്കെ ഞാനിത് പറയാറുണ്ട്. അതായത് കോഴിയും കോഴിമുട്ടയും ബീഫും അച്ചാറും കട്ടത്തൈരും